ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോകുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, 95-ലെ ആക്ടിന് ശേഷമാണല്ലോ വലിയ രീതിയിൽ വഖഫ് ബോർഡിന് ഈ സ്വത്തുക്കൾ കൈവരുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. 95-ൽ 4.5 ലക്ഷം ഏക്കർ ഭൂമി, 2006 എത്തുമ്പോൾ 6 ലക്ഷം ഏക്കർ ഭൂമി, ഇപ്പോൾ നോക്കൂ 2024 എത്തുമ്പോൾ 9.2 ലക്ഷം ഏക്കറിലേക്ക് വഖഫിന്റെ സ്വത്തുക്കൾ കൂടുകയാണ്. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഏകപക്ഷീയമായി ഒരു മതേതര രാജ്യത്ത് ഒരു വിഭാഗത്തിന് മാത്രം ഇത്രയധികം സ്വത്തുക്കൾ, ഭൂമി വന്നു ചേരുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക? അതിന് കൃത്യമായ തടയിടൽ ഈ നിയമ ഭേദഗതി തന്നെയല്ലേ? ഞാൻ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം ഒന്ന് പറയാണ്. ചെറുതല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ അസ്കർ സംസാരിച്ചപ്പോ പറഞ്ഞത്, എന്നാൽ ഇവിടെ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ കാണാതെ പോയതാണോ എന്നറിയില്ല, വളരെ അപകടകരമായ 2-3 കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞത്, ഇവിടെ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കേരളത്തിന് വെളിയിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കേരളത്തിനകത്ത് ഈ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് സ്ഥലം കുറവാണ്. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായിട്ട് വരുന്നത്. ഇദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഒരു 5-10 ഏക്കർ കൂടുതൽ വിസ്തീർണമുള്ള ഒരു സ്ഥലമായിരുന്നു, ഒരു രാജസ്ഥാൻ മരുഭൂമി പോലെ അങ്ങ് പടർന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് വഖഫിന് ആരും അറിയാതെ കൊള്ളയടിക്കാൻ പറ്റുമായിരുന്നു എന്നാണോ ഇദ്ദേഹം പറഞ്ഞു വെച്ചതിന്റെ ഉദ്ദേശം? എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇതെന്താണ് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറയുന്നു ഡെൻസിറ്റി കൂടിയാലും ശരി കുറഞ്ഞാലും ശരി, വഖഫിന് ഇങ്ങനെ ഒരു അധികാരം വെച്ചു കൊടുത്തുകൊണ്ട് സ്ഥലങ്ങൾ കൈക്കലാക്കാനുള്ള, വൺസ് എ വഖഫ് ഓൾവേസ് എ വഖഫ് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു വെക്കാനുള്ള എന്ത് അധികാരമാണുള്ളത്? അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യ അധികാരം വെച്ചു കൊടുക്കേണ്ടി വരിക ഇവിടുത്തെ ദേവസ്വം ബോർഡിനൊക്കെ ആയിരിക്കും. അതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ ഏറ്റവും വലിയ തെറ്റ് ഇദ്ദേഹം പറഞ്ഞ അതാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം പറഞ്ഞു, വഖഫിന്റെ സ്വത്ത് പലരും ഇതുപോലെ കൈവശം വെച്ചിട്ടുണ്ട്. അത് അവർ ചൂണ്ടിക്കാണിക്കുകയും അത് തിരിച്ചു പിടിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും അതിനോടൊപ്പം നിൽക്കുന്നതാണ് ഇദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇവിടെ വഖഫിന്റെ ആളുകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ഇന്ത്യൻ പാർലമെന്റ് നിൽക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന്. ഞാൻ നിങ്ങളോട്, അസ്കറിനോട് നേരിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ത്യൻ പാർലമെന്റ് വഖഫ് ഭൂമിയിലാണെന്ന് വഖഫ് ബോർഡ് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അത് അങ്ങനെയാണ് എന്ന് ആവർത്തിച്ച് മുസ്ലിം മത നേതാക്കൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആ പാർലമെന്റ് ഭൂമി അവിടുന്ന് തിരിച്ചു പിടിച്ച് ഇതുപോലെ വഖഫിന് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. പാർലമെന്റ് അവിടുന്ന് പൊളിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പണിയുകയാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിന് നിങ്ങൾ കൂട്ടു നിൽക്കുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതോടൊപ്പം ചോദിക്കാനുള്ളത്, ഇവിടെ വഖഫ് ബോർഡ്, സമസ്ത, ഇവരെല്ലാവരും ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു ഈ മുനമ്പം പ്രദേശത്തുള്ള ആളുകൾ ജീവിക്കുന്നത് വഖഫ് ഭൂമിയാണ് എന്ന്. നിയമസഭയിൽ അവരെ കുടിയേറ്റക്കാർ എന്ന വാക്ക് തന്നെയാണ് ഉപയോഗിച്ചത്. നിങ്ങൾ ആ വാക്ക് ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? മുനമ്പംകാര് കുടിയേറ്റക്കാരാണ് എന്ന വാദത്തിൽ തന്നെയാണ് അസ്കർ ഇപ്പോഴും ഉള്ളത്? ഒരു യെസ് ഓർ നോ ഉത്തരമെങ്കിലും അതിന് തരണം. അത് മാത്രമല്ല, അവര് പറഞ്ഞ് വഖഫ് ബോർഡ് പറയുന്നു മുനമ്പത്തുള്ളത് കയ്യേറ്റമാണ്, അത് വഖഫ് ഭൂമിയാണെന്ന് പറയുമ്പോൾ ആ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇതാണ് നിങ്ങൾ പറയേണ്ടത്. ഇനി അവസാനത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞതില്, ഇതിന് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും സൊല്യൂഷൻസ് ഉണ്ട്, നമ്മൾ ഇതിൽ രണ്ടും വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നു ഇതിന് രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും സൊല്യൂഷൻ ഒന്നുമില്ല. അത് വല്ല പാർട്ടി ഓഫീസിൽ നടക്കുന്നുണ്ടാവും. നമ്മളിവിടെ പറയുന്ന ഒരു മതേതര രാജ്യത്ത്, ജനാധിപത്യ രാജ്യത്ത് നിയമപരമായിട്ടുള്ള സൊല്യൂഷനേ ഉള്ളൂ. രാഷ്ട്രീയപരമായിട്ടൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സൊല്യൂഷൻ ഒന്നുമില്ല. അതിപ്പോ ചിലപ്പോ നമ്മളെ പി ശശിനെയൊക്കെ നിങ്ങൾ തരം താഴ്ത്തുന്നത് പോലെയോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ, ചില കുറ്റകൃത്യങ്ങളൊക്കെ. ചില മദ്രസകളിൽ ഉസ്താദുമാരെ പിടിക്കുന്ന സമയത്ത് അവരെ ചിലപ്പോൾ അവിടെ രാഷ്ട്രീയപരമായിട്ട് നേരിട്ടിട്ട് അവരെ നാട് കടത്തുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എടുക്കില്ല. ഇവിടെ നിയമപരമായിട്ട് ഒരു റൂൾ ഓഫ് ലോ, ഒരു എന്താ പറയാ, നാടിന്റെ ഒരു നിയമമുണ്ട്, ആ ലാൻഡിന്റെ റൂൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളിവിടെ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതിന് എന്താ വഴി? അതിനാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനും അതിനാണ് ഇവിടെ മറ്റു എക്സിക്യൂട്ടീവും, നമ്മൾ ഈ ഡെമോക്രസിയുടെ പില്ലേഴ്സ് എന്നൊക്കെ പറയുന്നത്. അത് വെച്ചിട്ടാണ് അത്. നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു വക്കീലല്ലേ, അത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾ കണ്ണടച്ചിരുട്ടാക്കുക എന്നുള്ളതല്ല, വഖഫിന് വേണ്ടിയിട്ട് ഒത്താശപാടുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. അവര് നടത്തുന്ന ഈ കൊള്ളയ്ക്ക് നിങ്ങൾ കൂട്ടുനിൽക്കല്ലേ ചെയ്യുന്നത്. ഇത് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കും. അപ്പൊ നമ്മൾ പറയുന്നു ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊരു പ്രത്യേകം എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ ഇവിടെ ഇല്ല. ഇവിടെ നിയമപരമായിട്ടുള്ള സൊല്യൂഷനേ നമുക്ക് വേണ്ടൂ. ആ നിയമപരമായിട്ടുള്ള സൊല്യൂഷന് വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് നിങ്ങൾ. അമെന്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞ റെസൊല്യൂഷൻ ഇതിനോടകം പാസ്സായി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത് മുനമ്പത്തുകാരോടൊപ്പം നിങ്ങൾ ഉണ്ട് എന്ന് പറയാൻ? കാരണം നിങ്ങൾ ഓൾറെഡി അവരെ ചതിച്ചു കഴിഞ്ഞു, നിങ്ങൾ ഓൾറെഡി അവരെ പറ്റിച്ചു കഴിഞ്ഞു. ഇത്ര നാളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിപ്പോ നിങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നു, വീണ്ടും ഞാൻ ചോദിക്കുകയാണ്, ഈ മുനമ്പം ഉൾപ്പെടെ പാർലമെന്റ് അടക്കമുള്ള സ്ഥലങ്ങൾ വഖഫിന്റെ ആണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ഒരു സ്ഥലം വഖഫ് പറഞ്ഞാൽ അത് തിരിച്ചു പിടിക്കാൻ നിങ്ങൾ
കച്ചയും കെട്ടി ഇറങ്ങും, മുണ്ടും മടക്കി കുത്തി ഇറങ്ങുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ മുനമ്പത്തുകാരെ ഇറക്കി വിടുവോ? നിങ്ങൾക്ക് അവരോട് കൊടുക്കാനുള്ള ഉത്തരം എന്താണ്? ഒരു ചുരുങ്ങിയ വാക്കുകളിൽ ഹസ്കർ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് പ്രതികരണം. ഏറ്റവും പരമപ്രധാന ആരിഫ് ഹുസൈൻ പല ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയിക്കുന്ന ആളല്ല നീലിമ. പലപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്തകൾ ഏറ്റവും വികലവും വിചിത്രവുമായിട്ടുള്ള ചിന്തകൾ. അല്ല, മുനമ്പത്തുകാർ അവിടെ കയ്യേറ്റക്കാരാണോ കുടിയേറ്റക്കാരാണോ? അതിനൊരു ഉത്തരം പറയാമോ? നിങ്ങൾക്ക് ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. അങ്ങനല്ല, നിങ്ങളെ പോലുള്ള ആളോട് ഉത്തരം പറയാൻ ഒരു താല്പര്യം എനിക്ക് അല്ല ഹസ്കർ, ഹസ്കർ, ഇപ്പോൾ അങ്ങയുടെ അങ്ങയുടെ നിസ്സഹായതയാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. മുനമ്പത്തുകാർ കയ്യേറ്റക്കാരാണോ കുടിയേറ്റക്കാരാണോ എന്നതിന് കൃത്യമായ ഒരു മറുപടി പറയൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ നിയമപരമായ പരിഹാരവും രാഷ്ട്രീയപരമായ പരിഹാരമുണ്ട്. ആ നിയമപരമായ പരിഹാരം എന്ന് പറയുന്നത് പാർലമെന്റിൽ വഖഫ് ഭേദഗതി ബിൽ പാസ്സാക്കുക എന്നതാണ്. അതിനോടൊപ്പം നിൽക്കുകയല്ലേ വേണ്ടത്? 2024 വഖഫ് ഭേദഗതി നിയമപ്രകാരം മുത്തവല്ലിയായി തെരഞ്ഞെടുക്കപ്പെടുകയും വഖഫ് സ്വത്തുക്കളുടെ കൈവശാവകാശവും അതിന്റെ സംരക്ഷണം നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വവും ഒരു നോൺ മുസ്ലിം ആയിട്ടുള്ള ആളെ കൂടി ചുമതലപ്പെടുത്തുന്ന തരത്തിൽ അത് നിയന്ത്രണ വിധേയമാക്കപ്പെടുമ്പോൾ നാളെ ദേവസ്വം ബോർഡുകൾ ഭരിക്കപ്പെടുന്നതിനു വേണ്ടി ഒരു നോൺ ഹിന്ദു ആയിട്ടുള്ള ആളെ ചുമതലപ്പെടുത്തിയാൽ എന്തുമാത്രം സമൂഹത്തിൽ മുറിവേൽക്കും? ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ആരിഫിന് ഉത്തരം പറയാം. ഞാൻ പറഞ്ഞുതരാം. ഭാസ്കറിനുള്ള ഉത്തരം ഇതാണ്. അതായത് ഇന്ന് വഖഫ് ബോർഡിനുള്ള പോലെ അനിയന്ത്രിതമായ ഒരു അധികാരവും ഏതെങ്കിലും ഭൂമി ഏതെങ്കിലും കണ്ണായ സ്ഥലങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ അതിങ്ങ് പോന്നോട്ടെ എന്ന് പറയാനുള്ള ഒരു അധികാരം ഈ പറയുന്ന നമ്മളുടെ ദേവസ്വം ഭൂമിക്ക് വെച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് ഇനിയിപ്പോ നമ്മളുടെ സമസ്തയുടെ നേതാവോ അല്ലെങ്കിൽ ഷിഹാബ് തങ്ങളോ വന്നിരുന്നാലും ഒരു കുഴപ്പമില്ല. അതിന് നിങ്ങൾ തയ്യാറാണോ? ഇതുപോലെ അനിയന്ത്രിതമായ ഒരു പവർ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇതില് വഖഫ് നിയമത്തിൽ ഭേദഗതിയില് ഏതു തരത്തിലുള്ള അനിയന്ത്രിതമായ നിയമമുള്ളത്? വഖഫ് സ്വത്തുക്കൾ, വഖഫ് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അനിയന്ത്രിതമായ നിയമം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്റെ സമയല്ലേ, എന്റെ ആരിഫെ ഒന്നും വിളിക്കായിരിക്കും. എന്റെ സമയം ഇത്ര നാള് ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം. അതല്ല, നിങ്ങൾ പഠിപ്പിക്കുന്നത് നിങ്ങളെ വീട്ടിൽ പോയി പഠിപ്പിച്ചാൽ മതി. വീട്ടിൽ പോയി പഠിപ്പിച്ചാൽ മതി. എന്റെ ചർച്ചയുടെ സമയത്ത് ഞാൻ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ ഇടപെടാനാണെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇല്ല, താങ്കൾ ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയൂ. ഒരാൾ ഉൾപ്പെട്ട ഒരു വിഷയം, BN ഹസ്കറിന് സ്വാഭാവികമായി മറുപടി ഉണ്ടാകില്ല ഈ വിഷയത്തിൽ. അങ്ങേയറ്റം അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു ചോദ്യമാണ് ഡോക്ടർ ഉയർത്തിയത്, ആരിഫ് ഹുസൈൻ ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ ഹസ്കർ ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടി, ചർച്ചയിൽ ഒളിച്ചോടി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ.